എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നാണ്. സെറോദ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് സ്റ്റോക്ക് ബ്രോക്കറാണ്. സെറോദയിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ക്യാൻസൽഡ് ചെക്കോ അല്ലെങ്കിൽ 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഒരു സിഗ്നേച്ചറിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഇൻകം പ്രൂഫ് ഓപ്ഷണലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ നമ്പറിലോട്ടായിരിക്കും OTP വരുന്നത്. ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം OTP എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നെയിമും ഇമെയിൽ ഐഡിയും ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇമെയിൽ ID സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് വാട്ട് പ്രോഡക്റ്റ് വുഡ് യു ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത്. ഇവിടെ ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൾസറി ആണ്. നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റിയും ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, വേറെ എക്സ്പെൻസ് ഇല്ല. തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ആധാർ KYC ആണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഇപ്പം നമ്മൾ ആ സെക്യൂരിറ്റി പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ സെറോദ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് എടുത്തോട്ടെ എന്ന് ഡിജി ലോക്കറിൽ നിന്ന്. അതിൻ്റെ കൺസേൺ ആയിട്ട് തൊട്ട് ഓപ്പോസിറ്റുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോദയ്ക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ആധാർ, പാൻ ഡീറ്റെയിൽസ് ലഭിച്ചതായിട്ടുള്ളൊരു പേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത സ്റ്റേജ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ നമ്മുടെ മാരേജ് സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ, അതുപോലെ നമ്മുടെ ആനുവൽ ഇൻകം നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു ആനുവൽ ഇൻകം നമ്മുടെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ജോലി, അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്, നമ്മുടെ അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ക്വാർട്ടർലി വേണോ മന്ത്ലി വേണോ, അതുപോലെ ആർ യു പൊളിറ്റിക്കൽ എക്സ്പോസ്ഡ് പേഴ്സൺ, രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പം നമ്മൾ ഈ ബേസിക് ഡീറ്റെയിൽസ്, നമ്മളിപ്പം കണ്ട ഈ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഞാനിവിടെ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ IFSC കോഡ്, MICR, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അക്കൗണ്ട് നമ്പർ നമ്മൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാങ്ക്, അതുപോലെ തന്നെ ബ്രാഞ്ച് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ മാനുവലി ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത് നമുക്ക് വെബ് ക്യാം വെരിഫിക്കേഷൻ ആ സ്റ്റേജിലാണ് വരുന്നത്. അതായത് നമ്മുടെ ഒരു സെൽഫി ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട സ്റ്റേജാണ്. ഈ സമയം നമ്മൾ കണ്ണാടിയോ അതുപോലെ തൊപ്പിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു സെൽഫി ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെൽഫി ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റേജ് നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. ഇവിടെ നമുക്ക് സിഗ്നേച്ചർ, നമുക്ക് നേരത്തെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം കാണുന്നത് പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് സൈൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അടുത്തത് നമുക്കിവിടെ ഒരു ഇൻകം പ്രൂഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻകം പ്രൂഫ് ഓപ്ഷണലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. അവർക്ക് പ്രൂഫായിട്ട് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റിൽ അപ്ലോഡ് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജാണ്. നമുക്കിവിടെ ആഡ് നോമിനി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നോമിനിയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നോമിനിയുടെ മൊബൈൽ നമ്പർ, അങ്ങനെ ബേസിക് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നോമിനിയുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നോമിനിയുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തൊട്ട് താഴെയായിട്ട് ആസ് പെർ മൈ രജിസ്റ്റേർഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ എസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി വരുന്നുണ്ട്. നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇസൈൻ ആണ്. നമ്മുടെ സൈനിങ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെയായിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് തൊട്ട് മുമ്പ് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. ശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അപ്പം സറോദ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം.